യെസ്, കേൾക്കാമോ? സർ. യെസ്. നോക്കൂ, ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അല്ലേ. സീസ്മോഗ്രാഫ് ഈസ് യൂസ്ഡ് ടു മെഷർ ഡാഷ്. എന്താ മക്കളെ? എർത്ത്. വേറെ ഒരെണ്ണം എർത്ത് കേക്ക് മെഷർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസിന്റെ പേരെന്താ? റിച്ചർ സ്കെയിൽ. കേട്ടോ? എന്താണ് സർ? റിച്ചർ സ്കെയിൽ. റിച്ചർ സ്കെയിൽ. കേട്ടോ? The device used to measure the atmospheric pressure. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉപയോഗിക്കുന്ന ഡിവൈസിന്റെ പേരെന്താ? മക്കളെ, ബാരോമീറ്റർ. എന്തോന്നാ? ബാരോമീറ്റർ. എഴുതി പോയി. ബാരോമീറ്റർ. എർത്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ബാരോമീറ്റർ. മഴ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്തുവാ? The device which you use to measure the rain. According to WMO Library, World Meteorological Organization, precipitation gauges are the most common instruments used to measure precipitation. റെയിൻ ഗേജ്. എഴുതിയോ? റെയിൻ ഗേജ്, അറ്റ്മോസ്ഫിയർ പ്രഷർ ബാരോമീറ്റർ, സീസ്മോഗ്രാഫ് എർത്ത് കേക്ക്, റെയിൻ ഗേജ്. ഇനി അടുത്ത സ്റ്റോം. ഡിവൈസ് വിച്ച് യൂസ് ടു മെഷർ സ്റ്റോം. STORM. സ്റ്റോം. കൺവെൻഷണൽ റഡാർ. കേട്ടോ? അല്ലെങ്കിൽ ഡോപ്ലർ റഡാർ. എഴുതിയോ? അറ്റ്മോസ്ഫിയർ പ്രഷർ ബാരോമീറ്റർ, എർത്ത് കേക്ക് സീസ്മോഗ്രാഫ്, റെയിൻ ഗേജ്, സ്റ്റോം, കൺവെൻഷണൽ റഡാർ അല്ലെങ്കിൽ ഡോപ്ലർ റഡാർ അല്ലെങ്കിൽ ഡ്യുവൽ പോളറൈസേഷൻ റഡാർ എന്ന് പറയും. ഡ്യുവൽ പോളറൈസേഷൻ റഡാർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ? വിച്ച് ഫ്യൂവൽ ഈസ് മെയിൻലി യൂസ്ഡ് ടു ഡിറൈവ് റോക്സ്? ഓക്കെ, സരിത വെൽക്കം. എന്തേ ലേറ്റായി? അതെ, കോള് ചേട്ടൻ വിളിച്ചതാ ഫോണില്. ഓക്കെ. അപ്പോ കണ്ടല്ലോ പുതിയ ആളെ. ഓക്കെ, പ്രതീക്ഷിക്കുന്നു ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഇവിടെ ഹൈക്കോർട്ടിൽ വന്നിട്ട് ഞാൻ മേടിച്ചേർത്തില്ലായിരുന്നു. ആണോ? പിന്നെ ഫ്ലിപ്കാർട്ടിന്റെ അത്ര റേറ്റും വരത്തില്ലായിരുന്നു. ഞാനിപ്പോ ഇന്ന് ഓർഡർ കൊടുത്തുള്ളൂ. അയ്യോ, അത് ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നെങ്കിലോ. ഇന്ന് ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ, ഇന്നലെ തന്നെ വന്നിരുന്നെങ്കിൽ ഞാൻ ഇന്നലെ തന്നെ മേടിച്ചു തന്നെയാണ്. അതെ, അത്രയും പ്രൈസ് ആവില്ല അല്ലേ? ക്യാൻസൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ട് വാ. ഫ്ലിപ്കാർട്ടിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഫ്ലിപ്കാർട്ടിൽ എത്ര രൂപയാ? 430 ആയി. 430 ആയോ? അപ്പൊ അത് തന്നെ എടുത്തോ. ഇവിടെ 500 ആണോ? അത് ശരി. 500 ആണെങ്കിൽ നാളെ കിട്ടും. അത് ശരി.
നാളെ എന്ന് പറഞ്ഞാൽ മൺഡേ. ആ ആ ആ ഇത് ട്യൂസ്ഡേ ആണ് കാണിക്കണേ പ്രോബബ്ലി. ട്യൂസ്ഡേ ആണെങ്കിൽ ക്യാൻസൽ ചെയ്യണ്ട, ചിലപ്പോൾ മൺഡേ തന്നെ കൊണ്ടുത്ത്. ആ ശരി ശരി. ഓക്കെ, അതെന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇന്നലെ തന്നെ വന്നിരുന്നെങ്കിൽ ഞാൻ മേടിച്ചും കയറത്തില്ലായിരുന്നു. ഓ ഞാൻ വിചാരിച്ച് നിങ്ങൾ ഇവിടുന്ന് എങ്ങാണ്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി ബുക്കിന്റെ കാര്യം പറഞ്ഞതാണ്. ഇല്ലില്ല. ശരി ശരി, അപ്പൊ സാറിനോട് നോട്ട് നോക്കിക്കോട്ടോ, നോട്ട് എഴുതി വെക്കണേ. നമ്മള് ശരി സർ. 177 പേജ് വരെ എടുത്തു കേട്ടോ, 176 വരെ എടുത്തു, 177 ആണ് എടുക്കുന്നത്. അപ്പോ സരികയ്ക്ക് വേണ്ടി നമ്മൾ റിവിഷൻ എടുക്കുമ്പോൾ എടുത്തു തരാം കേട്ടോ. ശരി. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞുതരാം. ഓക്കെ സർ. പിന്നെ നമ്മളെടുത്ത ക്ലാസ് മൊത്തം നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ: സീസ്മോഗ്രാഫി ഈസ് യൂസ്ഡ് ടു മെഷർ എർത്ത് കേക്ക്. ഓക്കെ, നിങ്ങളുടെ ബുക്കില്ലാത്തത് കൊണ്ട് ഇന്ന് ഒന്ന് നോട്ട് എഴുതി നോക്കൂ. പക്ഷേ ഈ ക്ലാസ് ഞാൻ ഇന്ന് ഗ്രൂപ്പിലിടാം കേട്ടോ. മിക്കവാറും അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് വെക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉദ്ദേശം 1 GB ഡാറ്റ വേണ്ടി വരും. ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ കാണുക കേട്ടോ. ഡയറക്റ്റ് കാണാൻ നിൽക്കരുത്. ഡയറക്റ്റ് കാണാൻ നിൽക്കുകയാണെങ്കിൽ 1 GB വേണ്ടി വരും. ഡൗൺലോഡ് ചെയ്ത് വെക്കുവാണെങ്കിൽ അത്രയും വേണ്ടി വരത്തില്ല. ഓക്കെ, സീസ്മോഗ്രാഫി യൂസ്ഡ് ടു മെഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, എർത്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യുന്ന ഡിവൈസിന്റെ പേരെന്താ? ബാരോമീറ്റർ. എർത്ത് കേക്ക്, സീസ്മോഗ്രാഫ്, റെയിൻ ഗേജ്, സ്റ്റോം, കൺവെൻഷണൽ റഡാർ അല്ലെങ്കിൽ ഡബിൾ പോളറൈസ്ഡ് റഡാർ. ഓക്കെ, സരികയുണ്ടോ അതോ പോയോ? ഉണ്ട് സാർ, ഉണ്ട്. നോട്ട് ചെയ്യുവാണ്. ഓക്കെ, ആയിക്കോട്ടെ. അല്ല, ഇത് നമ്മൾ പറയുന്ന സ്പീഡിന് നോട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം നമ്മൾ ഈ പിള്ളേർക്ക് ബുക്ക് ഉണ്ടായത് കൊണ്ട് ആ സ്പീഡിനാണ് എടുക്കുന്നത്. സരിക വിഷമിക്കണ്ട കേട്ടോ. കുഴപ്പമില്ല സാർ, ഒന്ന് അയച്ചാൽ മതി. ഞാൻ അയച്ചു തരാം. ഓക്കെ, വിച്ച് ഫ്യൂവൽ ഈസ് മെയിൻലി യൂസ്ഡ് ഡിറൈവ്ഡ് റോക്കറ്റ്സ്. റോക്കറ്റിന് ഉപയോഗിക്കുന്ന ഫ്യൂവൽ ഏതാണ്? ലിക്വിഡ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ ലിക്വിഡ് ആണോ ഗ്യാസ് ആണോ? ഗ്യാസ് അല്ലേ? ഗ്യാസ് ലിക്വിഡ് ആവുമോ? എങ്ങനാവും? വേപ്പറൈസേഷനോ വേപ്പറൈസേഷൻ ചൂടാക്കുമ്പോഴാ. ഒരു ലിക്വിഡിനെ ഗേഷ്യസ് ഫോമിലേക്ക് ആക്കുന്നതിന്റെ പേരാണ് വേപ്പറൈസേഷൻ. ഗ്യാസിന് ലിക്വിഡ് ആക്കുന്നതിന് എന്ത് ചെയ്യും? കംപ്രസ് ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസിനെ നമ്മൾ LPG എന്ന് പറയുന്നത്. LPG എന്ന് പറഞ്ഞാൽ എന്താ? ലിക്വിഡ് പെട്രോളിയം ഗ്യാസ്. അപ്പോൾ ലിക്വിഡ് ഹൈഡ്രജൻ ആണ് റോക്കറിൽ ഉപയോഗിക്കുന്ന ഫ്യൂവൽ. ഏവിയേഷൻ സ്പിരിറ്റ് എവിടെ ഉപയോഗിക്കുന്നത്? വിമാനത്തിൽ. ഓക്കെ, ബാക്കി രണ്ടും ഗ്യാസ് ആണ് കേട്ടോ. ഇറ്റ് ഈസ് നോട്ട് ഫ്യൂവൽ. അടുത്ത, സൂപ്പർസോണിക് എയർക്രാഫ്റ്റ് ഫൈൻഡ് ഇറ്റ് മോസ്റ്റ് കൺവീനിയന്റ് ടു ഫ്ലൈ ഇൻ ദ ഡാഷ്. സൂപ്പർസോണിക് എയർക്രാഫ്റ്റ് ഫൈൻഡ് ഇറ്റ് മോസ്റ്റ് കൺവീനിയന്റ് ടു ഫ്ലൈ ഇൻ ദ ഡാഷ്. അത് എവിടെ പറക്കുന്നതിന് വേണ്ടിയാണ് സൂപ്പർസോണിക് എയർക്രാഫ്റ്റ് ഉപയോഗിക്കുന്നത്? എന്തുവാ സൂപ്പർസോണിക് എന്ന് പറഞ്ഞാൽ? ഇതാ മക്കളെ സൂപ്പർസോണിക് എന്ന് പറഞ്ഞാൽ പ്രകാശത്തിനേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന എയർക്രാഫ്റ്റിനെയാണ് സൂപ്പർസോണിക് എന്ന് പറയുന്നത്, അല്ലേ? സൂപ്പർസോണിക് ശബ്ദവേഗതയിൽ ശബ്ദത്തിനേക്കാളുള്ള വേഗതയിൽ സഞ്ചരിക്കുന്നതിനെയാണ് സൂപ്പർസോണിക് എന്ന് പറയുന്നത്. അതെവിടാ ഉപയോഗിക്കുന്നേ? സ്ട്രാറ്റോസ്ഫിയറിലാണ്, അല്ലേ? സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ? ബഹിരാകാശം. എത്ര സ്ഫിയർ ഉണ്ട്?
അല്ലേ സർ? എത്ര സ്പിയർ ഉണ്ട്? 5. 5. ഇതിനകത്ത് ഇല്ലാത്ത സ്പിയർ ഏതാ? തെർമോസ്ഫിയർ. തെർമോസ്ഫിയർ ഇല്ല. ഓക്കെ. അയണോസ്ഫിയർ ഏറ്റവും മുകളിലാണോ താഴെയാണോ? മക്കളെ ഏറ്റവും താഴെയുള്ള സ്പിയർ ഏതാ? ട്രോപ്പോസ്ഫിയർ കേട്ടോ. ഓക്കെ, അത് ഗൂഗിളിൽ ഒന്ന് എടുത്ത് നോക്കണേ, ഡൗട്ട് ക്ലിയർ ചെയ്യണം കേട്ടോ. അയണോസ്ഫിയർ എവിടെ കാണുന്നേ? ഗ്യാസുകളെല്ലാം അയണൈസേഷൻ പ്രക്രിയ നടക്കുന്ന സ്ഥലത്തുള്ളതാണ് അയണോസ്ഫിയർ അല്ലേ? ആറ്റം എങ്ങനെ അയോണാകുന്നേ? ഓക്കെ, അപ്പോൾ നമ്മളെന്തോ പറഞ്ഞു? ദ സൂപ്പർസോണിക് എയർക്രാഫ്റ്റ് ഫൈൻഡ് ദ മോസ്റ്റ് കൺവീനിയൻറ്റ് ടു ഫ്ലൈ ഇൻ ദ സ്ട്രാറ്റോസ്ഫിയർ. രണ്ടാമത്തെ സ്പിയറിലാണത് പറക്കുന്നത് കേട്ടോ. അടുത്ത ദ സൗണ്ട് വേവ് വിച്ച് ഹെൽപ്പ് ബാറ്റ്സ് ടു ഫ്ലൈ ഇൻ ദ ഡാർക്ക്. ഒരു പ്രത്യേക തരം സൗണ്ട് വേവ് ബാറ്റ്സിനെ, ബാറ്റ് എന്ന് പറഞ്ഞാൽ വാവലിനെ ഇരുട്ടിൽ സഞ്ചരിക്കാൻ, പറക്കാൻ ഉപയോഗിക്കും. ഏതാണ്? അൾട്രാസോണിക്. എവിടുന്ന് കിട്ടും ഈ അൾട്രാസോണിക്? ബാറ്റ് തന്നെ അൾട്രാസോണിക് സൗണ്ട് പുറപ്പെടുവിക്കും. അത് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് തട്ടിയിട്ട്, എല്ലാ ഒബ്ജക്റ്റിൽ തട്ടിയിട്ട് തിരിച്ചു വരും. ആ തിരിച്ചു വരുന്ന അനുസരിച്ച് അവിടെ ഒബ്ജക്റ്റ് ഉണ്ടോ, ഒബ്ജക്റ്റ് ഏത് ഡയറക്ഷനിലാണുള്ളത്, അത് മാങ്ങയാണോ ചക്കയാണോ മരമാണോ മനുഷ്യനാണോ എന്നൊക്കെ ആർക്ക് മനസ്സിലാവും? ബാറ്റിന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അവിടെ വേറെ രണ്ടെണ്ണം കൂടെ നമുക്ക് നോക്കണം. സൂപ്പർസോണിക്കിൻ്റെ അർത്ഥം എന്താ? ശബ്ദത്തേക്കാൾ വേഗതയിൽ. ഇൻഫ്രാസോണിക് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? അൾട്രാ എന്ന് പറഞ്ഞ പുറത്ത്, ഇൻഫ്രാ എന്ന് പറഞ്ഞ അകത്തല്ലേ സർ? ഇൻഫ്രാസോണിക്. നമുക്ക് ഗൂഗിളിനോട് ചോദിച്ചിട്ട് അതും കൂടെ മനസ്സിലായോ? മനുഷ്യന് ഓഡിബിൾ അല്ലാത്തതിലും വേവ് ലെങ്ത് കുറഞ്ഞ ശബ്ദ തരംഗത്തിനെയാണ് ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? യെസ്. അപ്പോൾ അതിൽ സംശയമില്ലല്ലോ. ദ സൗണ്ട് വേവ് വിച്ച് ഹെൽപ്പ് ദ ബാറ്റ് ടു ഫ്ലൈ ഇൻ ദ ഡാർക്ക്. ഏതാ? അൾട്രാസോണിക് സൗണ്ട്. അൾട്രാസോണിക് സൗണ്ട്. അൾട്രാസോണിക് സൗണ്ടിന്റെ പ്രത്യേകത എന്താ? ഇത് ബാറ്റ് തന്നെ പുറപ്പെടുവിക്കുന്ന ഒരു ശബ്ദമാണ് അൾട്രാസോണിക്. ഏത് ഒബ്ജക്റ്റിൽ തട്ടിയിട്ട് തിരിച്ചു വരും. തിരിച്ചു വരുമ്പോൾ ആ ഒബ്ജക്റ്റ് എന്താണെന്ന് ബാറ്റിന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് അൾട്രാസോണിക് സൗണ്ട് നടത്തുന്നത്. സൂപ്പർസോണിക് എന്ന് പറഞ്ഞാൽ ഏതാണ്? ശബ്ദത്തിനേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്നത്. ഇൻഫ്രാസോണിക് എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഓഡിബിൾ അല്ലാത്ത സൗണ്ടാണ് ഇൻഫ്രാസോണിക്. റെഡി? 1 horsepower is equal to dash watt. Horsepower. എന്തുവാ horsepower എന്ന് പറഞ്ഞാൽ? എന്താ മക്കളെ horsepower? കുതിരശക്തി. എന്തിന്റെ മെഷർമെന്റ് ആണ് കുതിരശക്തി? നമ്മുടെ ഇതുണ്ടല്ലോ എഞ്ചിൻ. എഞ്ചിന്റെ പവർ മെഷർ ചെയ്യുന്നതിനെ കുതിരശക്തിയിലാണ് പറയുന്നത്, ഹോഴ്സ് പവർ. 746 വാട്ടിനെയാണ് എന്ത് പറയുന്നത്? കുതിരശക്തി എന്ന് പറയുന്നത്. 1 ഹോഴ്സ് പവർ. മൈക്ക് ആരാ ഓണാക്കി വെച്ചേക്കുന്നേ? മൈക്ക് ഓഫ് ചെയ്ത് വെക്കണം കേട്ടോ. 746 വാട്ട് ഈസ് 1 ഹോഴ്സ് പവർ. മനസ്സിലായോ? എഞ്ചിന്റെ പവർ പറയുന്നതാണ് കുതിരശക്തി. അടുത്തത് ദ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ മേക്കിംഗ് സോളാർ സെൽ. സോളാർ സെൽ യൂസ് ചെയ്യുന്നത് എന്താണ്? സിലിക്കോണാണ്.
ഓക്കെ. സിലിക്കോൺ ഉപയോഗിച്ചിട്ടാണ് എന്ത് മെഷർ ചെയ്യുന്നത്? സോറി, എന്തുണ്ടാക്കുന്നത്? സോളാർ സെൽ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? സാർ മനസ്സിലായി. അഖിലമോടൊന്ന് വായിച്ചാൽ കേൾക്കട്ടെ. Repeated questions. Seismograph is used to measure earthquake. Which fuel is mainly used to drive rockets? Liquid hydrogen. The supersonic aircraft find it most convenient to fly in the stratosphere. The sound wave which help bats to fly in the dark, ultrasonic. 1 horsepower is equal to 746 watts. The material used for making solar cell is silicon. മോളെ, Repeated questions. Seismograph is used to measure earthquake. Which fuel is mainly used to drive rockets? Liquid hydrogen. The supersonic aircraft find it most convenient to fly in the stratosphere. The sound wave which help bats to fly in the dark, ultrasonic. 1 horsepower is equal to 746 watts. The material used for making solar cell is silicon. യെസ് യെസ്, അഞ്ജുഷയുടെ ആണെന്ന് തോന്നുന്നു മൈക്ക് ശബ്ദം കേൾക്കുന്നത് കേട്ടോ. നോക്കൂ. ദ ഫങ്ഷൻ ഓഫ് ഹെവി വാട്ടർ ഇൻ ദ ന്യൂക്ലിയർ റിയാക്ടർ ഈസ് ഡാഷ്. എന്താണ് ന്യൂക്ലിയർ റിയാക്ടർ? അറിയാമല്ലോ, കൽപ്പാക്കം ന്യൂക്ലിയർ റിയാക്ടർ. കൽപ്പാക്കത്തുള്ള ന്യൂക്ലിയർ റിയാക്ടറിൽ ഹെവി വാട്ടർ ഉപയോഗിക്കും. ഹെവി വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? സോപ്പ് പതയാത്ത വെള്ളം. നമ്മുടെയൊക്കെ വെള്ളത്തിന് സോപ്പ് പതയുന്ന വെള്ളമാണ്. ചില സ്ഥലങ്ങളിൽ, കേരളം അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഗ്രൗണ്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന വാട്ടറിൽ സോപ്പ് പതയില്ല. അതിനെ ഹെവി വാട്ടർ എന്ന് പറയും. ഹാർഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ മറ്റൊരു തരം വാട്ടറും ഉണ്ട്. അപ്പോൾ നമ്മൾ തൽക്കാലം ഹെവി വാട്ടറിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ മതി. ഈ ഹെവി വാട്ടർ എന്തിനുപയോഗിക്കും? ടു സ്ലോ ഡൗൺ ദ സ്പീഡ് ഓഫ് ന്യൂട്രോൺസ്. ന്യൂട്രോണിൻ്റെ വേഗത കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഹെവി വാട്ടർ ഉപയോഗിക്കുന്നത്. പറഞ്ഞ മനസ്സിലായോ? നമ്മൾ ന്യൂക്ലിയർ റിയാക്ടറിനെ കുറിച്ച് 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആ ഭാഗത്താണ് നമ്മളിത് പഠിച്ചിട്ടുള്ളത്. ഇതാ ഹെവി വാട്ടറിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളത്. ദ ഫങ്ഷൻ ഓഫ് ദ ഹെവി വാട്ടർ ഇൻ ന്യൂക്ലിയർ റിയാക്ടർ ഈസ് ടു സ്ലോ ഡൗൺ ദ സ്പീഡ് ഓഫ് ന്യൂട്രോൺസ്. ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന ചാർജ് ഇല്ലാത്ത കണങ്ങളെയാണ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത്. അതിൻ്റെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ, പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോണ്, ന്യൂട്രൽ ആയ കണമാണ് ചാർജ് ലെസ് പാർട്ടിക്കിളാണ് ന്യൂട്രോൺസ്. ഓക്കെ. അടുത്തത് ലൈറ്റ് വേവ്സ് ആർ. ലൈറ്റ് വേവ്സ് ആർ ട്രാൻസ്വേഴ്സ് വേവ്സ്. ട്രാൻസ്വേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്വേഴ്സ് ഇതാ മക്കളെ, ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ ഗൂഗിളിൽ കൊടുത്തേക്കുന്ന അർത്ഥം നോക്കണേ. ആക്ടിങ്, ലേയിങ്, ബി അക്രോസ്, സെറ്റ് അക്രോസ് എന്നാണ് ഒരു അർത്ഥം. രണ്ടാമത് മെയ്ഡ് അറ്റ് റൈറ്റ് ആംഗിൾ ആൻഡ് ലോങ് ആക്സിസ് ദ ബോഡി ഓഫ് എ ട്രാൻസ്വേഴ്സ് സെക്ഷൻ. ലൈറ്റ് വേവ്സ്, പ്രകാശത്തിൻ്റെ കണങ്ങൾ ട്രാൻസ്വേഴ്സ് ആണ്. ഇപ്പം പ്രകാശത്തിൻ്റെ കണം നമുക്കറിയാം. പ്രകാശത്തിൻ്റെ കണം എങ്ങനെ പോവുള്ളൂ? സ്ട്രെയിറ്റ് ഡയറക്ഷനിൽ മാത്രമേ പോവുള്ളൂ കേട്ടോ. ഈ സ്ട്രെയിറ്റ് ഡയറക്ഷനിൽ പോകുന്ന സാധനത്തിനെയാണ് എന്ത് പറയുന്നത്? ട്രാൻസ്വേഴ്സ് എന്ന് പറയുന്നത്. വളഞ്ഞ് സഞ്ചരിക്കത്തില്ല പ്രകാശം, ശബ്ദം വളഞ്ഞ് സഞ്ചരിക്കും. ശബ്ദത്തിൻ്റെ പ്രത്യേകത എന്താ? ഒരു ഭിത്തിക്ക് അപ്പുറത്തിരുന്ന ഒരാൾ പറഞ്ഞാൽ ഇപ്പുറത്തിരിക്കുന്നതൊക്കെ കേൾക്കാം, ഡോറോ ജനലോ തുറന്നിട്ടിരുന്ന. പക്ഷെ കാണാൻ പറ്റത്തില്ല. കാണാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ലൈറ്റ് വളഞ്ഞ് സഞ്ചരിക്കണം. ഇത് ലൈറ്റ് തിരശ്ചീനമായി മാത്രമേ സഞ്ചരിക്കൂ. അതിനെയാണ് ട്രാൻസ്വേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്
കണ്ടക്ടൻസ് എന്നല്ലേ എഴുതിയിരിക്കുന്നത്. അല്ലേ? ഇലക്ട്രിക് കണ്ടക്ടൻസ്. ആ, എന്താ അതിൻ്റെ മീനിങ് അല്ല, ആൻസർ എന്താ? സീമെൻസ്. ഓം എന്തിന്റെ യൂണിറ്റ് മക്കളെ? ഓം. ഓം എന്തിന്റെ യൂണിറ്റാ? ഇവിടെ എഴുതിക്കോ, ഇലക്ട്രിക് റെസിസ്റ്റൻസ്. ഓം ഈസ് ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് റെസിസ്റ്റൻസ്. അടുത്ത എന്താ? വോൾട്ട് അല്ലേ? വോൾട്ട് ഈസ് ഇലക്ട്രിക് യൂണിറ്റ്. ഓം ഈസ് ഇലക്ട്രിക് റെസിസ്റ്റൻസ്. വോൾട്ട് ഈസ് ഇലക്ട്രിക് യൂണിറ്റ്. അടുത്ത എന്താ? കൂളോം അല്ലേ? കൂളോം എന്തിന്റെ യൂണിറ്റ് മക്കളെ? ഇറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ഓം ഇലക്ട്രിക് റെസിസ്റ്റൻസ്, വോൾട്ട് ഇലക്ട്രിക് യൂണിറ്റ്, കൂളോം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ചാർജ്. മനസ്സിലായോ? ആ സർ. കണ്ടക്ടേഴ്സിൻ്റെ യൂണിറ്റ് സീമെൻസ്. സീമെൻസിൻ്റെ പേരിൽ ഒരു തരം ഫോണുണ്ട്, കണ്ടുണ്ടോ? മൊബൈൽ ഫോൺ കമ്പനിയുണ്ട് സീമെൻസ്. സീമെൻസ് നമ്പർ 1 ബ്രാൻഡാണ് കേട്ടോ ലോകത്തിലെ. ഇന്ത്യയിൽ കിട്ടത്തില്ല സീമെൻസ്. ചില വലിയ സ്ഥാപനങ്ങളെല്ലാം ഈ അവിടെ ആ സ്ഥാപനത്തിനകത്തെ ഇൻറ്റേർണൽ ഫോൺ എക്സ്ചേഞ്ച് ചെയ്യുന്നത് സീമെൻസ് എന്ന് പറയുന്ന ഒരു തരം എക്സ്ചേഞ്ചർ ഉപയോഗിച്ചിട്ടാണ്. സീമെൻസ് കംപ്ലൈൻ്റ് ഇല്ലാത്ത ബെസ്റ്റ് ഫോൺ എക്യുപ്മെൻറ്റ്സ് ആണ് സീമെൻസ്. ഓക്കെ, ഇവിടുത്തെ നമ്മുടെ പ്രശ്നം എന്താ? ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കണ്ടക്ടൻസ് ഈ സീമെൻസ്. ഇപ്പോൾ നമ്മൾ ഓം പഠിച്ചു. ഓം എന്താ? ഓം എന്താക്കളെ? ഇലക്ട്രിക് റെസിസ്റ്റൻസ്. വോൾട്ടോ? ഇലക്ട്രിക് യൂണിറ്റ്. കൂളംബ്? ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജ്. Yes. Color of the light of chlorine vapor lamp is dash. ക്ലോറിൻ വേപ്പർ ലാമ്പിൻ്റെ കളർ എന്താണ്? ഗ്രീനാ. ക്ലോറിൻ വേപ്പർ ലാമ്പ് ഈ നമ്മുടെ പരസ്യത്തിനൊക്കെ ഡിസ്പ്ലേ ലൈറ്റുകൾ ഉപയോഗിക്കത്തില്ലേ, അത് ഇതേപോലുള്ള ഗ്യാസുകൾ ഉപയോഗിച്ചിട്ടുള്ള കളറാണ് ഉപയോഗിക്കുന്നത്. അത് ഗ്രീൻ. ഓക്കെ, റെഡും യെല്ലോയും പഠിക്കേണ്ടതുണ്ട്, പറഞ്ഞുതരാം കേട്ടോ. റെഡ്, യെല്ലോ, ഗ്രീൻ. ഓക്കെ, അടുത്തത്. എ സേഫ്റ്റി ഫ്യൂസ് ഇൻട്രൊഡ്യൂസ് ഇൻ ദ സർക്യൂട്ട് ഈസ് ഇൻ ഡാഡ് സീരീസ്. സേഫ്റ്റി ഫ്യൂസ് ഉപയോഗിക്കുന്നത് ഏത് സീരീസിലാണ്? ഏത് സീരീസിലാണ് മക്കളെ? ഏത് സീരീസിലാണ്? സീരീസ് എന്നാണ് അതിനെ പറയുന്നത് കേട്ടോ. ആൻസർ തന്നെ സീരീസ്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫ്യൂസ് കണ്ടിട്ടില്ലേ? സേഫ്റ്റി ഫ്യൂസ് കണ്ടുണ്ടോ? ഇലക്ട്രിക് മീറ്ററിൻ്റെ അടുത്ത് വെള്ള ഒരു ഫ്യൂസ് ഇട്ടിരിക്കുന്നത് കണ്ടുണ്ടോ? അതാണ് ഈ ഫ്യൂസ്, സേഫ്റ്റി ഫ്യൂസ്. അതിനെയാണ് അങ്ങനെ. വീട്ടിലെ കണക്ഷനാണ് സീരിയൽ കണക്ഷനാണ്, സീരീസ് ഓഫ് കണക്ഷനാണ് കേട്ടോ. അടുത്തത്. The half life of a radioactive carbon is dash. ഹാഫ് ലൈഫ്. റേഡിയോ ആക്ടിവിറ്റി കണക്ക് കൂട്ടുന്ന ഒരു മെഷർമെൻ്റ് ആണ് ഹാഫ് ലൈഫ്. അറിയാമല്ലോ അല്ലേ? 5760 years അല്ലേ? 62.
ഹാഫ് ലൈഫ് ഓഫ് എ റേഡിയോ ആക്റ്റീവ് കാർബൺ ഈസ് 5760 ഇയേഴ്സ്. പഠിക്കാൻ എളുപ്പമാണോ അല്ലേ? എളുപ്പമാണ് സർ. പഠിക്കാൻ എളുപ്പമാണ്. 5760 എന്ന് പഠിച്ചാൽ മതി, പഴിപടി തീർന്നു. മനസ്സിലായോ? അടുത്തത്, ദ അബ്സോർഷൻ ഓഫ് ഇങ്ക് ബൈ ബോൾട്ടിംഗ് പേപ്പർ ഈസ് ഡ്യൂ ടു ഡാഷ്. ഒരു ബോൾട്ടിംഗ് പേപ്പറിൽ ഇങ്ക് അബ്സോർവ് ചെയ്യുന്നത് പ്രക്രിയയെ പറയുന്ന പേരെന്താണ്? എന്താണ്? കാപ്പിലറി റൈസ് അല്ലെങ്കിൽ കാപ്പിലറി ആക്ഷൻ. കാപ്പിലറി ആക്ഷന് വേറൊരു എക്സാമ്പിൾ പറഞ്ഞേ. കാപ്പിലറി റൈസിന് വേറെ എക്സാമ്പിൾ പറഞ്ഞേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നല്ലോ കാപ്പിലറി റൈസിന് ഒരു എക്സാമ്പിൾ. എന്താ അഞ്ജുഷ മോളെ? അഞ്ജുഷ പോയോ? കാപ്പിലറി റൈസിന്റെ എക്സാമ്പിൾ പറഞ്ഞായിരുന്നല്ലോ, പറഞ്ഞ കേക്കട്ടെ. അഖില പറഞ്ഞേ. കേട്ടില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞോ? ഈ കഴിഞ്ഞ ക്ലാസ് ക്വസ്റ്റ്യൻ ചോദിച്ചത്, അതിന് മുമ്പുള്ള ക്ലാസ്സിൽ ഞാൻ കാപ്പിലറി റൈസ് പറഞ്ഞായിരുന്നു. സരിക, കാപ്പിലറി റൈസിന്റെ എക്സാമ്പിൾ പറഞ്ഞേ. സരിക ക്ലാസ്സിലില്ലായിരുന്നു, അത് വേറെ കാര്യം. അറിയാമോന്ന് അറിയാൻ വേണ്ടി. എന്താണ്? ലാമ്പൊക്കെ ലൈറ്റ് ചെയ്യുന്നതാണോ സർ? അതന്നെ, മണ്ണെണ്ണ വിളക്ക് കത്തുന്നത് കാപ്പിലറി റൈസ്. ആ സർ പറഞ്ഞോളൂ, ഇപ്പൊ ഓർമ്മയുണ്ട്. ഇപ്പൊ ഓർമ്മയുണ്ട്. ആ അത് തന്നെ, ചെവിക്ക് പിടിക്കുമ്പോ ഓർമ്മ കാണും, ഇല്ലെങ്കിൽ കാണുകയല്ല. സർഫസ് ടെൻഷൻ എക്സാമ്പിൾ പറഞ്ഞേ. സർഫസ് ടെൻഷൻ. അത് ഞാൻ പറഞ്ഞായിരുന്നു, സർഫസ് ടെൻഷൻ എക്സാമ്പിൾ. പെട്ടെന്ന് പറ, സമയം കളയാതെ. ഷേവിംഗ് ബ്രഷ് കണ്ടിട്ടില്ലേ? ഷേവിംഗ് ബ്രഷ്, ഷേവ് ചെയ്യുന്ന ബ്രഷ് വെള്ളത്തിൽ മുക്കുമ്പോൾ ബ്രഷ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിരിക്കും. ഇറ്റ് ഈസ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ. അഡ്ഹഷൻ എന്ന് പറഞ്ഞാൽ നോക്കളെ. അഡ്ഹഷൻ, അഡ്ഹസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താ അഞ്ജുഷേ? A force of attraction between different molecules. യെസ്, മെഡിക്കി. അഖില കൂടെ പറഞ്ഞേ, വാട്ട് ഈസ് കൊഹസീവ് ഫോഴ്സ്? അത് അട്രാക്ട് ചെയ്യുന്നല്ലേ സർ? ആ, അതൊക്കെ അട്രാക്ഷനാ. ശരിയാ. എന്ത് അട്രാക്ഷൻ എന്ന് പറ അഞ്ജുഷ പറ. മോളിക്യൂൾസ്, Force രണ്ട് of മോളിക്യൂൾസ് attraction. അട്രാക്ട് ചെയ്യുന്നത്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ Force of attraction between same molecules. ഗുഡ് Cohesion. ഗുഡ്. Of heavy water in nuclear reactor is to slow down the speed of neutrons. Yes. 58. Light waves are transverse. 59. The unit of electric conductance, Siemens. 60. Color of the light of chlorine vapor lamp is green. 61. A safety fuse introduced in the circuit is in series. 62. Half-life of radioactive carbon is 5760 years. 63. The absorption of link by blotting paper is due to capillary action. ആ വായിച്ചേ. 57. The function of heavy water in nuclear reactor is to slow down the speed of neutrons. 58. Light waves are transverse. 59. The unit of electric conductance, Siemens. 60. The light of chlorine vapor lamp is green. 61. A safety fuse introduced in the circuit is in series. 62. Half-life of radioactive carbon is 5760 years. 63. The absorption of ink by blotting paper is due to capillary action. അഡ്ഹസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ, ഒരു ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട്, അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചാൽ അങ്ങനെ മാറി അല്ലേ? അതെ.
മാറി നിൽക്കുമെങ്കിലും കുറച്ച് ഭാഗം ജലത്തിൽ അങ്ങ് മിങ്കിൾ ചെയ്യും, ഡ്രോപ്പായിട്ട്. അങ്ങനെ മിങ്കിൾ ചെയ്യുന്ന ഈ പ്രോസസ്സിനെയാണ് പറയുന്നത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് മോളിക്യൂൾസ്, ദാറ്റ് ഈസ് അഡ്ഹെസീവ് ഫോഴ്സ്. നമ്മൾ പശ വാങ്ങുകയാണെങ്കിൽ ആ പശയുടെ പുറത്ത് ഇംഗ്ലീഷ് എഴുതിയേക്കുന്ന ഇറ്റ് ഈസ് അഡ്ഹെസീവ് എന്നാണ്. കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അപ്പം പശ ഉപയോഗിക്കുന്ന അഡ്ഹെസീവ് ഫോഴ്സിന് വേണ്ടിയാണ്. രണ്ട് ഡിഫറൻറ്റ് മോളിക്യൂളിനെ ഒരുമിച്ച് നിർത്താൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്, അഡ്ഹെസീവ് ഉപയോഗിക്കുന്നത്. പൊടി കിട്ടിയാ? ക്ലിയർ ആയി സർ. ഓക്കെ. സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ വളരെ നല്ലപോലെ മനസ്സിലാക്കേണ്ടത്, വെള്ളത്തിൻ്റെ പുറത്തൂടെ നമുക്ക് നടക്കാൻ പറ്റത്തില്ല, പക്ഷേ വെള്ളത്തിൻ്റെ മുകളിലൂടെ ചെറു പ്രാണികൾ നടന്നു പോകും. കണ്ടിട്ടുണ്ടോ? ചെറു പ്രാണികൾ വെള്ളത്തിന് മുകളിലൂടെ നടന്നു പോകും. എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്? വെള്ളത്തിൻ്റെ സർഫസിൽ ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട്, പ്രതലബലം. യെസ്, ദാറ്റ് ഈസ് സർഫസ് ടെൻഷൻ. അതിനെയാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത, ആസ് ദ തിക്നെസ് ഓഫ് എ വയർ ഇൻക്രീസസ്, വയറിൻ്റെ തിക്നെസ് കൂടി വരുമ്പോൾ ഇറ്റ്സ് ഇലക്ട്രിക് റെസിസ്റ്റൻസ് ഡാഷ്. ഇലക്ട്രിക് റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം. എന്ത് സംഭവിക്കും? ഇൻക്രീസസ് ആണോ? ഇലക്ട്രിക് റെസിസ്റ്റൻസ് ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ തിക്നെസ്സും റെസിസ്റ്റൻസും എന്ത് പ്രൊപ്പോർഷണലാണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അതാണ് നമ്മളിവിടെ പഠിക്കേണ്ടത് യഥാർത്ഥത്തിൽ. എന്താണ്? എന്താ മോളെ? 64ാമത്തെ എ ആണ്, ഡിക്രീസസ് ആണ്. തിക്നെസ് ഇൻക്രീസസ്, ദി റെസിസ്റ്റൻസ് ഡിക്രീസസ്. അപ്പോൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ല, പിന്നെന്ത് പ്രൊപ്പോർഷണൽ ആണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അവിടെ ഒരു പ്രിൻസിപ്പിൾ എഴുതി വെച്ചോ, തിക്നെസ് ആൻഡ് റെസിസ്റ്റൻസ് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. '64 65 നോക്കിയേ. ഇൻസ്ട്രുമെൻ്റ് യൂസ് ടു മെഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയർ പ്രഷർ അളക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് പേരെന്താ? ബാരോമീറ്റർ. അറ്റ്മോസ്ഫിയർ നമ്മൾ മുമ്പ് പഠിച്ചായിരുന്നോ? തൊട്ടുമുമ്പേ പഠിച്ചിരുന്നില്ലേ? ഓക്കെ. Okay, the instrument used to measure atmospheric pressure is barometer. Okay, ബോളോമീറ്റർ എന്തിനാ ഉപയോഗിക്കുന്നത്? ഫോണും കൊണ്ടുവന്നേ. എഴുതിക്കോ, ബോളോമീറ്റർ. ഓക്കെ. ബാങ്കിങ് ഓഫ് കർവ് ഈസ് ഡൺ ടു പ്രൊവൈഡ് ഡാഷ്. ബാങ്കിങ് ഓഫ് കർവ് എന്ന് പറഞ്ഞാൽ എന്താ അഞ്ജുഷ മോളെ? ബാങ്കിങ് ഓഫ് കർവ് എന്ന് പറഞ്ഞാൽ എന്താ? അറിയില്ല സാർ. അഖില മോള് പറ. സരിക പറ. സരിക പറ.
കേട്ടില്ല. നമ്മുടെ റോഡുകൾ വളവ് വരുമ്പോൾ ഏത് വശത്തേക്കാണോ വളയുന്നത് ആ വശത്തേക്ക് ഇങ്ങനെ റോഡ് അരിച്ചിടും. കണ്ടിട്ടുണ്ടോ? എസ് വളവൊക്കെ വരുമ്പോഴേക്കും ഏത് വശത്തേക്കാണോ, ഇടതുവശത്തേക്കാണ് വളയുന്നതെങ്കിൽ ഇടതുവശത്തേക്ക് റോഡ് ചരിക്കും. അതിനെ ബാങ്കിങ് ഓഫ് കർവ് എന്ന് പറയും. റൈറ്റ്, താഴെ വശത്തേക്ക് ചരിച്ചിടും. ഈ ബാങ്കിങ് ഓഫ് കർവ് ഉണ്ടാക്കുന്ന എന്തിനു വേണ്ടിയാണ്? ഇതിനു വേണ്ടിയാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. എന്താണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്? എന്താ മക്കളെ സെൻട്രിപെറ്റൽ ഫോഴ്സ്? രണ്ട് ഫോഴ്സ് ഉണ്ട്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സും ഉണ്ട്, സെൻട്രിപെറ്റൽ ഫോഴ്സും. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആംഗിളിന് ചുറ്റും ഒരു വസ്തു കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ കുറച്ച് വസ്തുക്കൾ എന്ത് ചെയ്യും? ആ സെൻറ്ററിലേക്ക് അങ്ങ് മൂവ് ചെയ്യും. പണ്ടുള്ള വീടുകളിൽ തൈര് കടയുമായിരുന്നു. തൈര് കടയുമ്പോൾ ആ തൈര് കടയാൻ ഉപയോഗിക്കുന്ന നമ്മൾ ഒരു ഡിവൈസ് ഉണ്ട്, മത്തെന്ന് പറയും. ഈ മത്തിനകത്ത് ഇതൊക്കെ വന്ന് അടിയും. എന്തോന്നാ? അതിൻ്റെ വെണ്ണ വന്ന് അടിയും. അതാണ് എന്തോന്നാ? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അങ്ങനെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ സെൻറ്ററിലേക്ക് കുറച്ച് സാധനങ്ങൾ വന്ന് അടിയും. അതിനാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ അടിയാത്ത ചില സാധനങ്ങളുണ്ട്. അതെന്ത് ചെയ്യും? പുറത്തേക്ക് തെറിച്ചു പോകും. അങ്ങനെ തെറിച്ചു പോകുന്ന ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്? സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? യെസ്. അപ്പോൾ ഈ വളവുകളിൽ ചരിക്കാതെ, വളവുകളിലെ എന്ന് പറഞ്ഞാൽ ഒരു റോഡിൻ്റെ ഇടതുവശവും വലതുവശവും ഒരേ രീതിയിലാണ് വളവിൽ നിൽക്കുന്നതെങ്കിൽ വണ്ടി ചരിഞ്ഞ് ആക്സിഡന്റ് ഉണ്ടാവും, മറിഞ്ഞു. മനസ്സിലായോ? അങ്ങനെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടായി അപകടം ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയാണ് സെൻട്രിപെറ്റൽ ഫോഴ്സും സെൻട്രിഫ്യൂഗൽ ഫോഴ്സും ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുന്നത്? ബാങ്കിങ് ഓഫ് കർവ് ഉണ്ടാക്കുന്നത്. ബാങ്കിങ് ഓഫ് കർവിൻ്റെ മലയാളത്തിൽ പറയുന്നത് റോഡിൻ്റെ വളവുകളെ ചരിക്കൽ. പൊടി കിട്ടിയ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാങ്കിങ് ഓഫ് കർവ് ഈസ് ഡൺ ടു പ്രൊവൈഡ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെയും സെൻട്രിപെറ്റൽ ഫോഴ്സിനെയും ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചരിക്കുന്നത്. പിടി കിട്ടിയോ? യെസ്. അടുത്ത്, if a simple pendulum is taken to the moon, its frequency of vibration will be dash. ഇൻക്രീസ് ചെയ്യുമോ ഡിക്രീസ് ചെയ്യുമോ നിലനിൽക്കുമോ അതുപോലെ ഉണ്ടാകുമോ എന്നാണ് ചോദ്യം. ഇവിടെ ഗുരുത്വാകർഷണ ബലം കൂടുതൽ ഭൂമിയിലാണോ ചന്ദ്രനിലാണോ? എവിടാണ്? ഭൂമിയിലാണ് കൂടുതൽ. അവിടെ ചിലപ്പം വെയിറ്റ് കുറയും. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇതിൻ്റെ ആൻസർ പറയുന്നത്. ഇത് സിമ്പിൾ പെൻഡുലം. സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ എന്താ? എന്താ സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ? ഒരു കയറിൽ ഒരു വെയിറ്റുള്ള എന്തെങ്കിലും കെട്ടിയിട്ടിട്ട് ഇത് പിടിച്ചിങ്ങനെ ആട്ടിയാൽ അത് സിമ്പിൾ പെൻഡുലം ആണ്. മനസ്സിലായോ? മനസ്സിലായോ പറഞ്ഞ? ഒരു കയറിലേ വെയിറ്റുള്ള സാധനം കെട്ടുക, എന്നിട്ട് ഈ കയർ ഏതെങ്കിലും മുകളിൽ ഒരു വസ്തുവിൽ കെട്ടുക, എന്നിട്ട് ഇതൊന്ന് പിടിച്ചൊന്ന് ആട്ടി നോക്കിയാൽ മതി. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. ഇതിനെയാണ് സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിൾ പെൻഡുലം എവിടെ കൊണ്ടുപോയാൽ, മൂണിൽ കൊണ്ടുപോയാൽ അതിൻ്റെ വൈബ്രേഷൻ അല്ലെങ്കിൽ ഫ്രീക്വൻസി കൂടുമോ കുറയുമോ എന്നാ ചോദ്യം. കൂടുമോ കുറയുമോ? ഡിക്രീസ്, കുറയും. എന്തുകൊണ്ടാ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡിക്രീസസ്. മനസ്സിലായോ?
sir. യെസ്. അടുത്തത് 69. വെൻ ഐസ് മെൽറ്റ്, ഐസ് ഉരുകുമ്പോൾ ഇൻ എ ബേക്കർ ഓഫ് വാട്ടർ, the level of the water in the baker will dash, increases or decreases. എന്ത് ചെയ്യും? Increase ചെയ്യും. 69 എന്ത് ചെയ്യും മക്കളെ? Remains the same. റിമൈൻസ് ദ സെയിം. കാര്യം എന്താ? വോളിയം വിൽ നോട്ട് ചേഞ്ച്. അതിനകത്ത് കിടക്കുന്ന ഐസ് അല്ലേ? അല്ലേ? ആ ഐസ് വെള്ളമായാലും അവിടെ തന്നെ അല്ലേ വീഴുന്നേ? അത് വോളിയം വിൽ നോട്ട് ചേഞ്ച്, സോ ദ വാട്ടർ ലെവൽ വിൽ ബി ദ സെയിം. മനസ്സിലായോ? യെസ്. ഒന്ന് വായിച്ചേ. എവിടെ മുതലാ? 64 മുതൽ 69 വരെ ഒന്ന് വായിച്ചേ. ബാക്കി എല്ലാരും മൈക്ക് ഓഫ് ചെയ്ത് As വെക്കണേ. the thickness of a wire increases, electrical resistance decreases. 65. Instrument used to measure atmospheric pressure, barometer. 66. In deserts, clouds do not precipitate because of low humidity. 67. Packing of curves is done to provide centripetal force. 68. If a simple pendulum is taken to the moon, its frequency of vibration will decrease. 69. When ice melts in a 5 വായിച്ചേ. 64. As the thickness of a wire increases, its electrical resistance will decrease. 65. Instrument used to measure atmospheric pressure, barometer. 66. In deserts, clouds do not precipitate because of low humidity. 67. Banking of curves is done to provide centripetal force. 68. If a simple pendulum is taken to the moon, its frequency of vibration will decrease. 69. When ice melts in a beaker of water, the level of water in the beaker will remains the same. The level of water remains same. യെസ്. നെക്സ്റ്റ് 70 അല്ലേ? sir. The weight of a floating body is dash the weight of the displaced. The weight of a floating body. Floating body എന്ന് പറഞ്ഞാൽ എന്താ? ഒഴുകുന്ന വസ്തു അല്ലേ? പൊങ്ങിക്കിടക്കുന്നത്. ഫ്ലോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പൊങ്ങിക്കിടക്കുക, ഒഴുകി നടക്കുക, ഫ്ലോട്ട്. The weight of a floating body is less to the weight of the liquid displaced. ഇപ്പോൾ ഒരു വസ്തുവിനെ വെള്ളത്തിലെടുത്തിട്ടാൽ ആ വസ്തു കിടക്കുന്ന അത്ര സ്ഥലത്തെ വെള്ളം മാറും. അവിടെ എന്താ പറഞ്ഞേക്കുന്നേ? ഈസ് ഈക്വൽ. വസ്തുവിൻ്റെ ബോഡിയുടെ അത്രയും വെള്ളം മാറിയാൽ അത് ഫ്ലോട്ട് ചെയ്യും. അതുകൊണ്ടാണ് കപ്പലെല്ലാം ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചാലും ടൺ കണക്കിന് ഭാരം ഉണ്ടെങ്കിലും കപ്പലൊക്കെ വെള്ളത്തിൽ പൊങ്ങി കിടക്കും. അതിൻ്റെ വോളിയം വലുതായിരിക്കും, വലിയ വോളിയമായിരിക്കും. ആ വോളിയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വെയിറ്റ് കുറവായിരിക്കും. ഇവിടുത്തെ ആൻസർ നോക്കൂ. ദ വെയിറ്റ് ഓഫ് എ ഫ്ലോട്ടിംഗ് ബോഡി ഈസ് ഡാഷ് ടു ദ വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്. ലിക്വിഡ് ഡിസ്പ്ലേസ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ നമ്മൾ വെള്ളത്തിലെടുത്തിടുമ്പോൾ അത്രയും സ്ഥലത്തെ വെള്ളം മാറും, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറും. അതാണ് ഡിസ്പ്ലേസ്ഡ് എന്ന് പറയുന്നത്. അവിടുത്തെ ആൻസർ എന്താ? ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്. അതുകൊണ്ടാണ് ഇത് ഫ്ലോട്ട് ചെയ്യുന്നത്. ഈക്വൽ അല്ലെങ്കിൽ എന്ത് ചെയ്യും? താന്നു. അടുത്തത്, if the door of an operating refrigerator in a room is kept open,
ദ ഡോർ ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് റെഫ്രിജറേറ്റർ. പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന റെഫ്രിജറേറ്ററിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് വെച്ചാൽ, ഒരു റൂമിൽ ഓപ്പൺ ചെയ്ത് വെച്ചാൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? The room will become warmer. വാമർ. വാം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? വാമപ്പ് ചെയ്യാന്നൊക്കെ പറയുന്നതാണോ സാർ? ആ, ചൂടാവും. സാധാരണ നമ്മൾ വിചാരിക്കുന്നത് തണുക്കുമെന്നാ, അല്ലേ? അല്ലേ? ആ, പക്ഷേ റെഫ്രിജറേറ്റർ തുറന്നു വെച്ചാൽ റൂം ചൂടാവും. എന്തുകൊണ്ടാ? റെഫ്രിജറേറ്ററിന്റെ കപ്പാസിറ്റി എത്രയേ ഉള്ളൂ? ആ റെഫ്രിജറേറ്ററിന് ഇരിക്കുന്ന അത് ആ ബോഡിക്കകത്ത് മാത്രമേ പറ്റൂ, അല്ലേ? റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞാൽ ചെറിയ സ്പേസ് അല്ലേ, അടച്ചു ഡോർ അടച്ചാൽ, അല്ലേ മക്കളെ? അതെ സർ. ആ ചെറിയ സ്പേസിന്റെ കപ്പാസിറ്റി ഏതിനുള്ളൂ? റെഫ്രിജറേറ്ററിനുള്ളൂ. അതിൻ്റെ റെഫ്രിജറേറ്ററിനുള്ളൂ. അതിൽ കൂടുതൽ സ്പേസിലേക്ക് അത് തണുപ്പിനെ പുറപ്പെടുവിക്കേണ്ട സാഹചര്യം വരുമ്പോഴേക്ക് എന്ത് ചെയ്യും? അത് സ്ഥലത്തെ തണുപ്പിനെ ഇങ്ങോട്ട് വലിക്കും. ആ റൂമിലെ തണുപ്പിനെ റെഫ്രിജറേറ്റർ അബ്സോർബ് ചെയ്യും. അപ്പോൾ റൂം എന്ത് ചെയ്യും? ചൂടാവും. മനസ്സിലായോ? യെസ്. ആൾട്ടർനേറ്റീവ് കറണ്ട് എന്ന് പറഞ്ഞാൽ AC കറണ്ട്. ബി യൂസ്ഡ് ഫോർ ഡാഷ്. AC കറണ്ട് അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് കറണ്ട് എന്തിനുപയോഗിക്കുന്നു? ഹീറ്റിങ്ങിന് ഉപയോഗിക്കുന്നു, റെഫ്രിജറേറ്ററിന് ഉപയോഗിക്കുന്നു, പിന്നെ ലൈറ്റിങ്ങിന് ഉപയോഗിക്കുന്നു, ഇലക്ട്രോപ്ലേറ്റിങ്ങിന് ഉപയോഗിക്കുന്നു. ഏതിനുപയോഗിക്കുന്നു? ആൾട്ടർനേറ്റീവ് കറണ്ട് കനോട്ട് യൂസ്ഡ് എന്ന. കനോട്ട് യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? ഉപയോഗിക്കുന്നില്ല, ഉപയോഗിക്കാത്തത്. ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ വാങ്ങിയിട്ടുണ്ടോ? ഗോൾഡ് കവറിങ്. അപ്പോൾ ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ ഇലക്ട്രോപ്ലേറ്റിംഗ് വഴിയാണ് ചെയ്യുന്നത്. അതിനൊക്കെ എന്ത് കറണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇലക്ട്രോപ്ലേറ്റിംഗിന് ഉപയോഗിക്കുന്ന കറണ്ട് ഏതാ? DC, ഡയറക്റ്റ് കറണ്ട്. റെയിൽവേയിൽ ഉപയോഗിക്കുന്ന കറണ്ട് ഏതാ? റെയിൽവേ ട്രെയിൻ ഓടുന്നില്ലേ? ഇലക്ട്രിക് ട്രെയിൻ ഓടുന്നില്ലേ? ആ, ഡയറക്റ്റ് കറണ്ട്, DC കറണ്ട്. അതെ, ഡയറക്റ്റ് കറണ്ട്. നമ്മുടെ മെട്രോ ഓടുന്നുണ്ട് എറണാകുളത്ത്. എന്ത് കറണ്ടാ ഉപയോഗിക്കുന്നേ? ഡയറക്റ്റ് കറണ്ട്. അപ്പോൾ അത് നമ്മൾ ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിച്ചെഴുതണം. ദ ആൾട്ടർനേറ്റീവ് കറണ്ട് കനോട്ട് യൂസ്ഡ് ഫോർ ഇലക്ട്രോപ്ലേറ്റിംഗ്. ഹീറ്റിംഗ്, റെഫ്രിജറേറ്റർ, ലൈറ്റിംഗ്, ഇതിനെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ആൾട്ടർനേറ്റീവ് കറണ്ടാണ്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കറണ്ട് ഏതാ? ഏത് കറണ്ടാ മക്കളെ? അഞ്ജുഷ മോളെ വീട്ടിൽ ഉപയോഗിക്കുന്നേ? വീട്ടില് ഡയറക്റ്റ് അല്ലെന്ന് തോന്നുന്നു. AC കറണ്ടാ ഉപയോഗിക്കുന്നത്. ആൾട്ടർനേറ്റീവ് കറണ്ടാണ് വീട്ടിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. യെസ്, മനസ്സിലായോ? ആൾട്ടർനേറ്റീവ് കറണ്ട് കനോട്ട് യൂസ്ഡ് ഫോർ ഇലക്ട്രോപ്ലേറ്റിംഗ്. അപ്പോൾ അവിടെ എഴുതി വെക്കേണ്ടത് ഇലക്ട്രോപ്ലേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന കറണ്ട് DC കറണ്ടാണ്, ഡയറക്റ്റ് കറണ്ടാണ്. ബാക്കി എല്ലാത്തിനും AC, അതിൽ തന്നേക്കുന്ന എല്ലാത്തിനും AC കറണ്ടാണ് ഉപയോഗിക്കുന്നത്. എർത്ത് ഇറ്റ്സെൽഫ് ഈസ് എ ഹൈ മാഗ്നറ്റ്. ഹൂ ബ്രോട്ട് ദിസ് ഫാക്ട് ടു ദ വേൾഡ്? എർത്ത് സ്വയം തന്നെ ഒരു വലിയ മാഗ്നറ്റാണ്. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ ഇതെന്ത് ചെയ്യും? എല്ലാ വസ്തുവിനെയും അട്രാക്റ്റ് ചെയ്യും. ഇറ്റ്സെൽഫ് ഈസ് എ ഹൈ മാഗ്നറ്റ്. ആരാണ് ഇത് ആദ്യമായി പറഞ്ഞത്? ആരാണ്? ന്യൂട്ടൺ. വില്യം ഗിൽബർട്ട്. ന്യൂട്ടൺ അത് കണ്ടുപിടിച്ചു എന്നുള്ള ശരിയാണ്.
കേട്ടോ. ഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ചത് ആരാണ്? ന്യൂട്ടനാണ്. പക്ഷേ ഈ എർത്ത് ഇറ്റ്സെൽഫ് ഈസ് എ ഹൈ മാഗ്നറ്റ് എന്ന് പ്രവചിച്ചത് വില്യം ഗിൽബർട്ടാണ്. ഓക്കെ, അടുത്ത 74. Who discovered that the flow of electric current influences magnetic needle? ഇലക്ട്രിക് കറണ്ട് ഒഴുകുമ്പോൾ മാഗ്നറ്റിക് നീഡിലിനെ അതെന്ത് ചെയ്യുന്നു? ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് ആരാണ് പ്രവചിച്ചത്? ഹൂ ഡിസ്കവേർഡ്, കണ്ടെത്തിയത്, ഡിസ്കവേർഡ്. ഹൂ ഡിസ്കവേർഡ് ദാറ്റ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് ഇൻഫ്ലുവൻസസ് മാഗ്നറ്റിക് നീഡിൽ? ആരാണ് മക്കളെ? ഓയർസ്റ്റഡ്. അതാണ് കറണ്ട് ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി നമ്മൾ ഒരു മീറ്റർ, ഒരു സാധനം ഉപയോഗിക്കും അല്ലേ? ടെസ്റ്റർ. ആ, ടെസ്റ്റർ അല്ല, വേറെ ഈ സൂചി ഡിഫ്ലക്റ്റ് ചെയ്യുന്നൊരു സാധനം ഉപയോഗിക്കും കറണ്ട് ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി. 2 നീഡിൽ അങ്ങോട്ട് കൊടുക്കും. ആ ഇതിനകത്ത് എഴുതിയിട്ടുണ്ടാവും ഓയർസ്റ്റഡ് എന്ന്. ചില കമ്പനികൾ ഓയർസ്റ്റഡിൻ്റെ പേരിലാണ് ആ മീറ്റർ ഇറക്കുന്നത് കേട്ടോ. ആൻസർ ഒന്നും കൂടി പറയോ? സി ആണ്, എ ആണ്? OERSTED. OERSTED. ഓക്കെ, ഓയർസ്റ്റഡ്. ഓയർസ്റ്റഡ്. എഡിസൺ എന്താ കണ്ടുപിടിച്ചേ? ബൾബ. യെസ്, ഇലക്ട്രിക് ബൾബ്. എഡിസൺ കണ്ടുപിടിച്ച ഒത്തിരി കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്, എങ്കിലും ഏറ്റവും വിഖ്യാതമായ കണ്ടുപിടുത്തമാണ് ഇലക്ട്രിക് ബൾബ്. എഡിസൺ, തോമസ് ആൽവ എഡിസൺ. കൂളംബ് എന്താ കണ്ടുപിടിച്ചേ? കൂളോംബ്. ഇവിടെ തൊട്ടുമേളി പറഞ്ഞതാ കൂളംബ്. ഫോണും കൊണ്ടുവാ. ഇഞ്ചക്ഷൻ മോൾ എഴുതിയോ കൂളംബ് എന്താ കണ്ടുപിടിച്ചേന്ന്? ഇലക്ട്രിക് ചാർജ്. അതെ, ഇലക്ട്രിക് ചാർജ് കണ്ടുപിടിച്ചാണ് കൂളംബ്. ഓക്കെ, ഓപ്പൻഹൈമറിനെ കണ്ടുപിടുത്തം എന്താ? ഓപ്പൻഹൈമർ. എഴുതിയായിരുന്നോ നമ്മളെ മുമ്പേ? ഇല്ല സാർ. എഴുതിയോ? ഇല്ല സാർ. ഓപ്പൻഹൈമർ. He is known as the father of atomic bomb. Oppenheimer is known as the father of atomic bomb. അതാണ് അദ്ദേഹത്തിൻ്റെ വിശ്വവിഖ്യാതമായ കണ്ടുപിടുത്തം. ഒത്തിരി കണ്ടുപിടുത്തങ്ങളുണ്ട് കേട്ടോ. ഫാദർ ഓഫ് അറ്റോമിക് ബോംബ് എന്നെഴുതിക്കോ, ഓപ്പൻഹൈമർ. എഴുതിയോ? sir. Yes. What is the what is the SI unit of heat energy? ഏതാ മക്കളെ? ഹീറ്റ് എനർജിയുടെ SI യൂണിറ്റ് ഏതാ? ജൂള്. കെൽവിൻ എന്തിനാ ഉപയോഗിക്കുന്നേ? കെൽവിൻ സ്കെയിൽ എന്നൊക്കെ പറയും. യെസ്, എന്തിനാ ഉപയോഗിക്കുന്നേ? കെൽവിൻ സ്കെയിൽ എന്തിനാ ഉപയോഗിക്കുന്നേ? ഒരു പിടിയില്ലേ?
ഇല്ല സർ. കെൽവിൻ സ്കെയിൽ ഉപയോഗിക്കുന്ന ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നോക്കാം കേട്ടോ. Kelvin scale is for temperature. എഴുതിക്കോ, Kelvin scale is for temperature. ആംബിയർ എന്തിനാ ഉപയോഗിക്കുന്നത് മക്കളെ? എന്ത് മെഷർ ചെയ്യാൻ ആംബിയർ ഉപയോഗിക്കുന്നത്? ഇലക്ട്രിക് കറണ്ട് കേട്ടോ. കേട്ടോ മക്കളെ, എഴുതിയോ? ഇലക്ട്രിക് ആംബിയർ ഇലക്ട്രിക് ആണ്. കാൻഡില എന്തിനാ ഉപയോഗിക്കുന്നത്? ലൂമിനസ് ഇൻറ്റൻസിറ്റി. കാൻഡില ഉപയോഗിക്കുന്നത് ലൂമിനസ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാനാണ്. യെസ്, അഞ്ജുഷ എഴുതിയോ 4 ലാസ്റ്റ് പറഞ്ഞു. ലൂമിനസ് ഇൻറ്റൻസിറ്റി കാൻഡില. എഴുതിയോ? സാർ എഴുതി. വായിക്കുക കേക്കട്ടെ. ഇപ്പൊ എഴുതിയതല്ലേ? ഇപ്പൊ എഴുതിയ 4. What is the SI unit of heat energy? Joule. Kelvin, temperature. Candela, luminous intensity. Ampere, electric current. യെസ്, എല്ലാരും എഴുതിയല്ലോ. റൈറ്റ്. ഇനി 76. A hole is made in a brass plate and it is heated. The size of the hole will increase, decrease, first increase, then decrease, remain unchanged. എന്താണ് ആൻസർ? ഫസ്റ്റ് ഇൻക്രീസ് then decrease. First increase, then decrease. Okay. A hole is made in a brass plate and it is heated. The size of the hole first increase. എന്തുകൊണ്ടാണ് ഫസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത്? ആദ്യം എന്ത് ചെയ്യും? ഇത് മൊത്തത്തിലങ്ങ് വികസിക്കും. ഏതാ പാത്രം? ഏത് പാത്രം? ബ്രാസ് പ്ലേറ്റ് മൊത്തത്തിൽ വികസിക്കും. അതോടൊപ്പം ഹോൾ ഇൻക്രീസ് ചെയ്യും, പിന്നെ ഡിക്രീസ് ചെയ്യും, പിന്നെ എന്ത് ചെയ്യും? പിന്നെ ഇത് എന്ത് ചെയ്യും? ചൂട് കൂടി വരുന്നതിനനുസരിച്ച് ആ ഹോളിൻ്റെ ഭാഗത്തെ മോളിക്യൂൾസ് അടുത്തടുത്ത് വരും. ബ്രാസ് പ്ലേറ്റ് ഫസ്റ്റ് ഇൻക്രീസസ് ദെൻ ഡിക്രീസസ്. പിടികിട്ടിയോ? ബ്രാസ് കണ്ടിട്ടുണ്ടോ? ഇല്ല സാർ. ഇല്ല. ശരി, വായിച്ചേ 7 to 76 വരെ. The weight of the floating body is equal to the weight of the liquid displaced. 71. If the door of an operating refrigerator in a room is kept open, the room will become warmer. 72. Alternative current cannot be used for electroplating. 73. Earth itself is a high magnet.
Who brought this fact to the world? William Gilbert. 74. Who discovered that the flow of electric current influenced magnetic needle? Oersted. 75. What is the SI unit of heat energy? Joule. 76. A hole is made in a brass plate and it is heated. The size of the hole will first increases and then decreases. യെസ് അഞ്ജുഷ് മോള് വായിച്ചേ. 70. The weight of the floating body is equal to the weight of the liquid displaced. 71. If the door of an operating refrigerator in a room is kept open, the room will become warmer. 72. Alternative current cannot be used for electroplating. 73. Earth itself is a high magnet. Who brought this fact to the world? William Gilbert. 74. Who discovered that the flow of electric current influences magnetic needle? Oersted. 75. What is the SI unit of heat energy? Joule. 76. A hole is made in a brass plate and it is heated. The size of the hole will first increases and then decreases. ആ സരിക വായിച്ചേ. The weight of a floating body is equal to the weight of a liquid displaced. If the door of an operating refrigerator kept open in a door, the room will become warmer. Alternative current cannot be used for electroplating. Earth itself is a high magnet. Who said this? William Gilbert. Who discovered that the flow of electric current influences magnetic needle? Oersted. What is the SI unit of heat? Joule. A hole is made in a brass plate. It is heated. The size of the hole will first increases and then decreases.